നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ആവർത്തിത ചോദ്യങ്ങൾ. ദേശീയ മൃഗം, പക്ഷി, പൈതൃക മൃഗം, പുഷ്പം, വൃക്ഷം, ഫലം, പച്ചക്കറി, ജലജീവി, മത്സ്യം, ഉരകം, ചിത്രശലഭം, സൂക്ഷ്മജീവി. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ബംഗാൾ കടുവ. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്തര ടൈഗ്രിസ്. കടുവയെ ദേശീയ മൃഗമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? കൃപയും ശക്തിയും ചടുലതയും അപാരമായ ശക്തിയും. 2018 സെൻസസ് പ്രകാരം കടുവകളുടെ എണ്ണം എത്ര? 2967 എണ്ണം. കാടിൻ്റെ നാഥനായി കരുതപ്പെടുന്ന മൃഗമേത്? കടുവ. ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷമേതാണ്? 1972. ഏകദേശം എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടുവകളെ കാണാൻ സാധിക്കും? 16. കടുവകൾക്ക് സ്വാഭാവിക അന്തരീക്ഷത്തിൽ എത്ര വർഷം വരെ ജീവിക്കാൻ കഴിയും? 13-14 വർഷം. കടുവകളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി ഏത് വർഷം? പ്രോജക്റ്റ് ടൈഗർ 1973 ഏപ്രിൽ 1 മുതൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജീവജാല സംരക്ഷണ സംരംഭമേത്? പ്രോജക്റ്റ് ടൈഗർ. പൂച്ച കുടുംബത്തിലെ ഏറ്റവും വലിയ മൃഗമേത്? കടുവ. കടുവകളിൽ എത്ര അംഗീകൃത ഉപജാതികളുണ്ട്? അവ ഏതെല്ലാം? 8 എണ്ണം. ബംഗാൾ കടുവ, അമുർ കടുവ, ഇന്തോ ചൈനീസ് കടുവ, ദക്ഷിണ ചൈന കടുവ, സുമാത്രൻ കടുവ, ജാവാൻ കടുവ, കാസ്പിയൻ കടുവ, ബാലിനീസ് കടുവ. ഒരു ബംഗാൾ കടുവയ്ക്ക് കാട്ടിൽ ശരാശരി എത്ര വർഷം വരെ ആയുസ്സുണ്ട്? 8 മുതൽ 10 വർഷം വരെ. തങ്ങളുടെ സംസ്കാരത്തിൽ കടുവയെ ഒരു പ്രധാന പ്രതീകമായി ആദ്യം സ്വീകരിച്ച ജനത ഏത്? ഹാരപ്പയിലെയും മോഹൻജദാരോയിലെയും സിന്ധു നദീതട നാഗരികതകൾ. ബംഗ്ലാദേശ്, ദക്ഷിണ കൊറിയ, വിയറ്റ്നാം, മലേഷ്യ എന്നിവയുടെ ദേശീയ മൃഗമേതാണ്? കടുവ. ഇന്ത്യയിൽ കടുവകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമേതാണ്? നാഗ്പൂർ. കടുവയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ 1973 പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചപ്പോഴത്തെ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിക്കുന്നത് വരെ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹം. 1973 മാർച്ച് വരെ. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? ഇന്ത്യൻ മയിൽ. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ പ്രഖ്യാപിച്ച വർഷമേതാണ്? 1963. മയിലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാവോ ക്രിസ്റ്റസ്. മയിലിൻ്റെ ശരാശരി ഭാരം എത്ര? പുരുഷൻ 5 കിലോ, സ്ത്രീ 3.5 കിലോ. മയിലിൻ്റെ ശരാശരി ആയുസ് എത്രയാണ്? 15 മുതൽ 20 വർഷം വരെ. മയിലിൻ്റെ വർണ്ണാഭമായ തൂവലുകൾ വികസിക്കാൻ എത്ര വർഷമെടുക്കും? 3 വർഷം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഇന്ത്യൻ ആന. ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ച ദിവസം ഏതാണ്? 2010 ഒക്ടോബർ 23. ഏത് കുടുംബത്തിൽപ്പെട്ട ജീവിയാണ് ആന? എലിഫൻറ്റിഡേ കുടുംബത്തിൽ. പ്രോബോസിഡേ എന്ന ക്രമത്തിൽപ്പെട്ട വലിയ സസ്തനികൾ ഏതാണ്? ആനകൾ. പരമ്പരാഗതമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ആനകളുടെ ഇനങ്ങൾ എത്രയാണ്? അവ ഏതെല്ലാം? 2 ഇനം. 1 ആഫ്രിക്കൻ ആന, ലോക്സോഡോൻഡ ആഫ്രിക്കാന. 2 ഏഷ്യൻ ആന, എലിഫാസ് മാക്സിമസ്. ആനകൾ യഥാർത്ഥത്തിൽ പരിണമിച്ചത് ഏത് ജീവിയിൽ നിന്നാണ്? എരിത്തറം അസോറിയം അബോ എന്ന സസ്തനിൽ നിന്ന്. ആനയുടെ ആയുസ് എത്ര വർഷമാണ്? 70 വർഷം. എല്ലാ മൃഗങ്ങളിലും വച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭം ഏത് മൃഗത്തിനാണ്? എത്ര മാസം? ആനയ്ക്ക് 18 മുതൽ 22 മാസം വരെ. ഇന്ത്യയുടെ ദേശീയ പുഷ്പമേത്? താമര. ഇന്ത്യൻ ഗവൺമെൻറ് താമരയെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ച വർഷമേത്? 1950 ജനുവരി 26. വിയറ്റ്നാമിൻ്റെ ദേശീയ പുഷ്പമേതാണ്? താമര. താമര ഉൾപ്പെടുന്ന കുടുംബമേത്?
നിംഫിയ കുടുംബം. താമരയുടെ മറ്റൊരു പേരെന്താണ്? വാട്ടർ ലില്ലി. ഇന്ത്യയിലെ ദേശീയ പുഷ്പദിനമെന്നാണ്? മാർച്ച് 21. അന്താരാഷ്ട്ര പുഷ്പദിനമെന്നാണ്? ജനുവരി 19. അമേരിക്കൻ ഫ്ലവേഴ്സ് വീക്ക് എപ്പോഴാണ്? ജൂൺ 28 മുതൽ ജൂലൈ 4 വരെ. എന്നാണ് ഫ്ലവർ ഡേ? മെയ് 20. താമരയുടെ ശാസ്ത്രീയ നാമമെന്താണ്? നെലംബോ നൂസിഫറ. സംസ്കൃതത്തിൽ പത്മ എന്ന് വിളിക്കുന്ന പുഷ്പമേത്? താമര. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേത്? ആൽമരം. ആൽമരത്തിൻ്റെ ശാസ്ത്രീയ നാമമെന്താണ്? ഫിക്കസ് ബോങ്കാലെൻസിസ്. ആൽമരം സാധാരണയായി അറിയപ്പെടുന്നത് എന്തെന്നാണ്? അത്തിവൃക്ഷം അല്ലെങ്കിൽ ബോധിവൃക്ഷം. അന്തരീക്ഷത്തിലേക്ക് വലിയ അളവിൽ ഓക്സിജൻ പുറത്തുവിടുന്ന വൃക്ഷമേത്? ആൽമരം. കൽപ്പവൃക്ഷം അല്ലെങ്കിൽ അശ്വത്ഥ് വൃക്ഷം അല്ലെങ്കിൽ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ വൃക്ഷം എന്ന് കണക്കാക്കപ്പെടുന്ന വൃക്ഷമേതാണ്? ആൽമരം. ഇന്ത്യയുടെ ദേശീയ ഫലം എന്താണ്? മാമ്പഴം. മാമ്പഴത്തിൻ്റെ ശാസ്ത്രീയ നാമമെന്താണ്? മേഞ്ചിഫെറ ഇൻഡിക്ക. മാമ്പഴത്തിൻ്റെ ഉത്ഭവം ഏത് രാജ്യത്തിൽ നിന്ന്? ഇന്ത്യ. കാഴ്ച മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വിറ്റാമിൻ എയുടെ സമ്പന്നമായ ഉറവിടം ഏത് ഫലമാണ്? മാമ്പഴം. കന്നഡ പദമായ മാവു, മലയാള പദമായ മാങ്ങ എന്നിവയിൽ നിന്നും ഉത്ഭവിച്ച ഇംഗ്ലീഷ് പദമേത്? മാംഗോ. ഇന്ത്യ, ഫിലിപ്പീൻസ്, ഹെയ്തി എന്നീ രാജ്യങ്ങളുടെ ദേശീയ ഫലം ഏതാണ്? മാമ്പഴം. ബംഗ്ലാദേശിൻ്റെ ദേശീയ വൃക്ഷം ഏതാണ്? മാവ്. ഋഗ്വേദത്തിൽ ദേവന്മാർക്ക് അർപ്പിക്കുന്ന പുണ്യഫലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഫലമേത്? മാമ്പഴം. ഇന്ത്യൻ ജനതയുടെ പ്രിയങ്കരമായ വലിയ ചീഞ്ഞപഴം എന്ന് മെഗസ്തനീസ് വിശേഷിപ്പിച്ച ഫലമേത്? മാമ്പഴം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഫലമേത്? മാമ്പഴം. ദേശീയ മാമ്പഴ ദിനമെന്നാണ്? ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഏതാണ്? ഇന്ത്യൻ മത്തങ്ങ. ഹിന്ദിയിൽ കഡ്ഡു എന്ന് അറിയപ്പെടുന്ന പച്ചക്കറി ഏത്? മത്തങ്ങ. മത്തങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കുക്കുർബിറ്റ പെപ്പോ. ദേശീയ ജലജീവി ഏതാണ്? ഗംഗാനദി ഡോൾഫിൻ. ഗംഗാനദി ഡോൾഫിൻ്റെ മറ്റൊരു പേരെന്താണ്? സൂസു. ഇന്ത്യയെ കൂടാതെ മറ്റേതെല്ലാം രാജ്യങ്ങൾ ഗംഗാ ഡോൾഫിൻ കാണപ്പെടുന്നു? നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ. ഗംഗാ ഡോൾഫിനുകൾ കാണപ്പെടുന്ന നദീതടങ്ങൾ ഏതെല്ലാം? ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന, കർണഫൂലി, സംഗു എന്നീ നദീതടങ്ങൾ. ഗംഗാ നദി ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിക്കാൻ കാരണമെന്താണ്? അതിനെ വംശനാശത്തിൽ നിന്നും രക്ഷിക്കാൻ. ഗംഗാ നദിയുടെ ആരോഗ്യത്തിൻ്റെ പ്രതിഫലനമായി കരുതുന്ന ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച അതോറിറ്റി ഏതാണ്? ദേശീയ ഗംഗാ നദീതട അതോറിറ്റി NGRBA. ഗംഗാ നദി ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പ്ലാറ്റനിസ്റ്റ ഗംഗേറ്റിക്ക. ഗംഗാ ഡോൾഫിനെ ഔദ്യോഗികമായി കണ്ടെത്തിയ വർഷമേതാണ്? 1801. ഇന്ത്യയുടെ പുരാണങ്ങളിൽ ഗംഗാദേവിയുടെ വാഹനമെന്ന് അറിയപ്പെടുന്ന ജീവി ഏതാണ്? ഗംഗാനദി ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാനദി ഡോൾഫിനെ ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2009 മെയ് 18. ഗംഗാനദി ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് ആരാണ്? ജയറാം രമേശ്, അന്നത്തെ പരിസ്ഥിതി മന്ത്രി. ഇന്ത്യക്ക് അംഗീകൃത ദേശീയ മത്സ്യം ഉണ്ടോ? ഇല്ല. ഇന്ത്യയുടെ ദേശീയ മത്സ്യമെന്ന് അറിയപ്പെടുന്നത് അയല അല്ലെങ്കിൽ അയക്കൂറ. ഇന്ത്യൻ അയലയുടെ ശാസ്ത്രീയ നാമം? റാസ്തിലിജർ കണാഗർട്ട. അയല ഇന്തോനേഷ്യയിൽ അറിയപ്പെടുന്നത് എന്തെന്നാണ്? കെമ്പുങ്. അയല മറാത്തി, മലയാളം, തമിഴ്, തുളു എന്നീ ഭാഷകളിൽ അറിയപ്പെടുന്നത് ഏത് പേരുകളിലാണ്? മറാത്തി ബംഗ്ഡ, മലയാളം ഐല അല്ലെങ്കിൽ അയല, തമിഴ് കുമുള അല്ലെങ്കിൽ കാനാങ്കേളുത്തി, തുളു ബെങ്കുഡെ. ഇന്ത്യയുടെ ദേശീയ ഉരകമേതാണ്? രാജവെമ്പാല.
രാജവെമ്പാലയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഒഫിയോഫാഗസ് ഹന്ന. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പ് ഏതാണ്? രാജവെമ്പാല. ഒരു രാജവെമ്പാലയ്ക്ക് ശരാശരി എത്ര മീറ്റർ നീളമുണ്ട്? 3 മുതൽ 4 മീറ്റർ വരെ. രാജവെമ്പാലയുടെ ജന്മദേശം ഏതാണ്? ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വനങ്ങൾ. ശിവൻ തൻ്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന പാമ്പ് ഏതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്? രാജവെമ്പാല. മറഞ്ഞിരിക്കുന്ന നിധികളുടെ സംരക്ഷകൻ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഉരഗം ഏതാണ്? രാജവെമ്പാല. ഹിന്ദു പുരാണങ്ങൾ രാജവെമ്പാലയെ എന്തെന്നാണ് വിളിക്കുന്നത്? നാഗങ്ങൾ. രാജവെമ്പാല ഏകദേശം എത്ര അടി വളരും? 19 അടി വരെ. രാജവെമ്പാല എത്ര വർഷം ജീവിക്കും? ഏകദേശം 25 വർഷം വരെ. രാജവെമ്പാലയ്ക്ക് ഒറ്റക്കടിയിൽ എത്ര മില്ലി വിഷം വരെ കുത്തിവയ്ക്കാനുള്ള കഴിവുണ്ട്? 6 മില്ലി വിഷം. ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ശബ്ദം കാരണം പ്രാദേശികമായി രാജവെമ്പാല അറിയപ്പെടുന്നത് എന്തെന്നാണ്? സൂസു. ഹിന്ദുമതത്തിൽ രാജവെമ്പാലയെ വിളിക്കുന്നത് ഏത് പേരിലാണ്? നാഗസ്. ഇന്ത്യയുടെ ദേശീയ ചിത്രശലഭം ഏതാണ്? ഓറഞ്ച് ഓക്ക് ലീഫ്. ഓറഞ്ച് ഓക്ക് ലീഫിൻ്റെ മറ്റൊരു പേരെന്താണ്? കല്ലിമ ഇനാച്ചസ്. നാഷണൽ ബട്ടർഫ്ലൈ ക്യാമ്പയിൻ കൺസോർഷ്യം നടന്നത് എന്നാണ്? 2020 സെപ്റ്റംബർ 10. 2020 നടന്ന ദേശീയ ബട്ടർഫ്ലൈ തിരഞ്ഞെടുപ്പിലെ ആകെ മത്സരാർത്ഥികൾ എത്രയായിരുന്നു? 7. ദേശീയ സൂക്ഷ്മജീവി ഏതാണ്? ലാക്ടോബാസിലസ് ഡെൽബ്രൂക്കി. ലാക്ടോബാസിലസ് ഡെൽബ്രൂക്കിയെ ദേശീയ സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ചത് എന്ന്? 2012 ഒക്ടോബർ 18. ലാക്ടോബാസിലസ് ഡെൽബ്രൂക്കിയെ ദേശീയ സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ചത് ആരാണ്? ജയന്തി നടരാജൻ, വനം പരിസ്ഥിതി സഹമന്ത്രി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.